എന്തുകൊണ്ടാണ് ഒരു വിഭാഗം മാധ്യമങ്ങളിൽ ഒരു വലിയ വിഭാഗം മാധ്യമ പ്രവർത്തകർ ക്രൈസ്തവ സമൂഹത്തെ പൊതുവിലും കത്തോലിക്ക സഭയെ പ്രത്യേകിച്ചും എതിർക്കുന്ന മനസ്സിലാക്കും, അതിനെ വിമർശിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് വിചാരിക്കുന്നതാണ്. വിമർശനം, ആരോഗ്യകരമായ വിമർശനം തീർച്ചയായിട്ടും ജനാധിപത്യ സമൂഹത്തിൽ അനിവാര്യവുമാണ്. പക്ഷെ പലപ്പോഴും ഇത് അതിര് കടന്ന വിമർശനം അല്ലെങ്കിൽ അവഹേളനത്തിലേക്ക് പോകുന്നതിന്റെ രണ്ട് കാരണങ്ങൾ. ഒന്ന്, നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും, മാധ്യമ ഉടമസ്ഥരിൽ മാത്രമല്ല മാധ്യമ പ്രവർത്തകരിൽ തന്നെ കത്തോലിക്ക സമുദായത്തിലുള്ള ആളുകൾ ഇപ്പോൾ കുറവാണ്. ഈ കേരളത്തിലെ ക്രൈസ്തവരായ മാധ്യമ പ്രവർത്തകരെ എടുത്തു നോക്കിയാൽ എണ്ണം പറഞ്ഞ മാധ്യമ പ്രവർത്തകർ വളരെ കുറച്ചു പേര് മാത്രമേ കത്തോലിക്ക സമുദായത്തിൽ നിന്നുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം. പിന്നെ രണ്ടാമത് പ്രധാനപ്പെട്ടതുമായ കാരണം, നമുക്ക് ക്രൈസ്തവരെ ധൈര്യസമേതം വിമർശിക്കാം, എതിർക്കാം, ആക്ഷേപിക്കാം, അവഹേളിക്കാം, ഒരു കുഴപ്പമില്ല. കാരണം ക്രൈസ്തവർ സമാധാന പ്രേമികളാണ്, ജനാധിപത്യവാദികളാണ്. വിമർശിച്ചാലും കുലഭ്യം പറഞ്ഞാലും അത് കേട്ട് സമാധാനമായിട്ട് പോകുന്നവരാണ്. നേരെ മറിച്ച് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കുറച്ച് മിതമായ ഒരു ഉദാഹരണം പറയാം. ഇടുക്കി മെത്രാൻ ആയിരുന്ന മാർ ആനിക്കുഴിക്കാട് വളരെ സ്വകാര്യമായ ഒരു വേദിയിൽ നടത്തിയ ഒരു പരാമർശത്തിൽ SNDP കുറിച്ച് നടത്തിയ പരാമർശം, അതേ തുടർന്ന് ഇവിടെ ഉണ്ടായ കലാപം നമുക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഏത് രീതിയിലാണ് ആ പാവം അതിൽ നിന്ന് കരി ഊരിയതെന്ന് നമുക്കറിയാം. അത് സംഭവിച്ച കാര്യം. ഇതുപോലെ ഇപ്പൊ ഈ ജനസംഖ്യാ വർധനവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു മുസ്ലിയാരാണ് അല്ലെങ്കിൽ ഒരു മൊല്ലാക്കയാണ് ഇതുപോലെ പ്രസംഗം നടത്തുന്നത്, അതിനെ വിമർശിക്കാൻ ഇവിടുത്തെ എത്ര മാധ്യമങ്ങൾക്ക് ധൈര്യം ഉണ്ടാവും? മനോരമയ്ക്ക് ധൈര്യം ഉണ്ടാവും, മാതൃഭൂമിക്ക് ധൈര്യം ഉണ്ടാവും, ഒരാൾക്ക് ധൈര്യം ഉണ്ടാവില്ല. ധൈര്യം വരികയില്ല. കാരണം അതിന്റെ പ്രത്യാഘാതം അതിഭയങ്കരമായിരിക്കും. ആ മാധ്യമ സ്ഥാപനം ഈ നാട്ടിൽ നിലനിൽക്കണം എന്നതിനെ ആലോചിക്കും. ഇപ്പൊ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ സംഭവം നമുക്കറിയാം. കത്തോലിക്ക സഭയുടെ ഭാഗത്ത് എന്ത് പ്രതികരണം ഉണ്ടായി? ഒരു പ്രതികരണം ഉണ്ടായില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതാണ് നമ്മൾ കണ്ടത്. ഈ സംഭവത്തിനെതിരെ ഒന്ന് രണ്ട് വാർത്തകൾ ശക്തമായിട്ട് കൊടുത്തപ്പോൾ മനോരമയുടെ പഠിക്കും കൂടി ഈ മൗലികവാദികൾ എന്ന് പറഞ്ഞ വിധ്വംസകവാദികളായിട്ടുള്ള ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നടത്തിയ പ്രസംഗവും അവർ നടത്തിയ പ്രകടനം ഓർമ്മയുണ്ട്. കയ്യും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടും. അതുകൊണ്ട് എന്ത് പറ്റി? മാമൻ മാത്യു അല്ല, അന്ന് കാർന്നൂരിൽ ജീവിച്ചിരിക്കുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നു. പുള്ളി അടക്കമുള്ള ആളുകൾ ഭയചകിതരായി. കാരണം അവർക്ക് കയ്യും കാലും തലേ യഥാസ്ഥാനത്ത് വേണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ട് പിറ്റേ ദിവസം മുതൽക്ക് പോപ്പുലർ ഫ്രണ്ടിനെതിരായിട്ടുള്ള ഒരു വാർത്തയും മനോരമയിൽ വരാതെ. മനോരമ ഇപ്പോഴും ഏറ്റവും നയത്തിൽ വെണ്ണ പുരട്ടി പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ചുള്ള വാർത്തകൾ കൊടുക്കും. മറ്റൊരു പത്രത്തെക്കാളും ആ ഒരു പ്രതിപക്ഷ ബഹുമാനം എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമാണ്. ഞാൻ ഈ എല്ലാ പത്രങ്ങളും വായിക്കുന്ന ആളാണ്, ദീപിക അടക്കം വായിക്കുന്ന ആളാണ്. അപ്പൊ ഒരു പ്രധാന സംഗതി ഇതാണ്, മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മുസ്ലിം മതമൗലികവാദികൾ അല്ലെങ്കിൽ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകളെയൊക്കെ വിമർശിക്കുന്നതിന് വലിയ പരിധിയുണ്ട്. ഇപ്പൊ ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദമുണ്ട്. അപ്പൊ അത് മാത്രമല്ല, മീശ നോവൽ വന്ന കാലത്ത് മാതൃഭൂമി പത്രം ബഹിഷ്കരിക്കണം എന്ന് മാത്രമല്ല, മാതൃഭൂമിക്ക് പരസ്യം കൊടുക്കുന്ന ആളുകളെ ഇവർ പിടിച്ചിട്ട് പരസ്യം കൊടുക്കരുത് എന്ന് പറയും. ഭീമ ബ്രദേഴ്സ് പോലെ വലിയ സ്വർണ്ണാഭരണശാലകൾ പോലും മാതൃഭൂമിക്ക് പരസ്യം കൊടുക്കാതായും അവസാനം വീരേന്ദ്രകുമാറും PV ചന്ദ്രനും പെരുന്നയിൽ സാക്ഷാൽ സുകുമാരൻ നായരെ നേരിട്ട് പോയി കണ്ട് ഖേദപ്രകടനം നടത്തുകയും വാരികയുടെ പത്രാധിപരെ പിരിച്ചുകൊണ്ടും ചേർന്ന് പ്രശ്നം അവസാനിപ്പിച്ചു. മനസ്സിലായി? അപ്പൊ നായന്മാർ പോലും ആ നിലവാരത്തിലെത്തി എന്ന് പറയുമ്പോൾ കത്തോലിക്കർ ഇപ്പൊ ബുദ്ധമതക്കാരെക്കാളും അധികം അഹിംസാവാദികളായി മാറിയതിന്റെ ഒരു കുഴപ്പം കൂടി ഉണ്ട്. ഞാൻ നിങ്ങൾ ഗുണ്ടായുസം കാണിക്കണം നല്ല പറഞ്ഞത്. ബാക്കി എല്ലാവരും ഗുണ്ടായുസത്തിലേക്ക് പോകുമ്പോൾ ഇപ്പൊ നായന്മാരും ഈഴവരും മുസ്ലിങ്ങളും ഒക്കെ മൈറ്റ് ഈസ് റൈറ്റ് എന്ന രീതിയിലേക്ക് പോകുമ്പോൾ കത്തോലിക്കർ മാത്രമേ ഇങ്ങനെ അഹിംസാവാദികളായിട്ട് തോന്നുന്നതിന് ചില പരിമിതികളുണ്ട്. പക്ഷെ എല്ലാവരും ഇതുപോലെ ഹിംസാത്മകമായിട്ട് പോയാൽ എന്ത് സംഭവിക്കും? നമ്മുടെ നാട്ടിൽ സംഘർഷം വർദ്ധിക്കും, സംഘടനകൾ വർദ്ധിക്കും, പിന്നെ ക്രമസമാധാന നില, അപകട നിലവും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇത് ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്, നമ്മൾ വിചാരിക്കണമെങ്കിൽ ലളിതമല്ല. പിന്നെ ഈ മാധ്യമ പ്രവർത്തകർ നല്ലൊരു ഭാഗം പഴയ SFIക്കാരാണ്. ഇവിടെ പഴയ KSUക്കാരെന്ന് പറയേണ്ടത് എനിക്ക് തോന്നുന്നു വിനു വി ജോൺ, അയാൾ SFIക്കാരനാണ്. നിഷ പുരുഷോത്തമൻ, ഇങ്ങനെ 1-2 പേര് ഒഴിച്ചാൽ 3-4 പേര് ഒഴിച്ചാൽ. പിന്നെ ഒരു നല്ല വിഭാഗം ഈ ജിഹാദി എലമെന്റ്സ് ആണ്. അവരുടെ പേര് ഞാൻ എടുത്തു പറയുന്നത് നമുക്ക് അറിയാം ആരൊക്കെയാണ് ഇടുന്നത്. ആ രീതിയിലുള്ള ആളുകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ക്രൈസ്തവ സമുദായത്തെ മൊത്തത്തിൽ താഴ്ത്തി കെട്ടുന്നതിന് അല്ലെങ്കിൽ അകാരണമായും അടിസ്ഥാനരഹിതമായിട്ടും വിമർശിക്കുന്നതിന്, നിങ്ങൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യത്തെയും താറടിച്ച് കാണിക്കുന്നുള്ള